ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കുകയും ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തതോടെ മാറിമറിഞ്ഞ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക കൂടി ചെയ്തതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യതകളിലും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജയിച്ച ഇന്ത്യക്ക് പരമ്പരയിൽ 5-0, 4-1 അല്ലെങ്കിൽ 3-0 വിജയം നേടിയാൽ മറ്റ് ടീമുകളുടെ ഫലം ആശ്രയിക്കാതെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടാം. ഫൈനലെത്താന് പിന്നീട് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാവും പ്രധാന മത്സരം. ഇനി ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ 3-1 ജയിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് ഫൈനലെത്താനും മറ്റ് ടീമുകളുടെ ഫലം ആശ്രയിക്കേണ്ടി വരും. അതിൽ പ്രധാനം രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയ്ക്കെതിരെ ജയിക്കാതിരിക്കുക എന്നതാണ്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കുകയും ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ 3-1 പരമ്പര നേടുകയും ചെയ്താലും ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാനാവില്ല. ഇനി ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ 3-2 ടെസ്റ്റ് പരമ്പര നേടുന്നതെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞുമറിയും. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിൽ നടക്കുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ഒരു മത്സരത്തിലെങ്കിലും ശ്രീലങ്ക സമനില നേടിയാൽ ഇന്ത്യക്ക് ഫൈനലിലെത്താനുള്ള വഴി തെളിയും. ജനുവരി 29 2 മത്സരങ്ങളടങ്ങിയ ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര 2-2 സമനിലയായാൽ ഫൈനലെത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ വീണ്ടും മങ്ങും. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഫൈനലിലെത്താൻ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ച് 2-0 പരമ്പര തൂത്തുവാരണം. ഇതിനു പുറമെ ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്ക കുറഞ്ഞത് 1-0 ജയിക്കുകയും വേണം.